Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ചക്കയുടെ മാങ്ങയുടെ മുരിങ്ങക്കായുടെ ഒക്കെ സീസൺ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ കാണും ഈ സംഭവങ്ങളൊക്കെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ചോറിന്റെ കൂടെ കഴിക്കേണ്ട കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചുമന്ന തൊലിയൊന്നും ഞാൻ അധികം കളഞ്ഞിട്ടൊന്നുമില്ല. വെള്ളത്തോലി മാത്രമേ ശരിക്കും കളഞ്ഞിട്ടുള്ളൂ. ചുമന്ന തൊലി കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ചുമപ്പ് കളറിലെ ആ തൊലി കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ പഠനം പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് പറയണത്. അപ്പം ഞാനതുകൊണ്ട് അധികം ചുമപ്പ് കളറിലെ തൊലി കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഇതിപ്പോൾ ഞാനിങ്ങനെ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു മാങ്ങ കറി വെക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വേകുന്ന ചക്കക്കുരു ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കക്കുരു ആട്ടോ. അപ്പോൾ ചക്കക്കുരു നമ്മൾ കുറച്ചധികം എടുക്കുക. പിന്നെ ഒരു മുരിങ്ങയ്ക്ക, അത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ നീളത്തിൽ അരിഞ്ഞേക്കണത്. പിന്നെ മാങ്ങ നമുക്ക് പുളിക്ക് ആവശ്യം അനുസരിച്ചിട്ടാണ് മാങ്ങ എടുക്കുന്നത്. ഇപ്പം ഞാനിതിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. അപ്പോൾ ആ ഒരു മാങ്ങ ഫുള്ളായിട്ട് വേണം. അപ്പോൾ നമുക്ക് പുളി നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. 3 പച്ചമുളക്. അപ്പം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ആദ്യമേ ഞാൻ ചക്കക്കുരു ചേർക്കണേ. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരുവും മാങ്ങയും കൂടെ വേണം അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കണേണ്. ഇനി ഈ ചക്കക്കുരുവും മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ചക്കക്കുരുവും മാങ്ങയും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇത് വേറൊരു പാത്രത്തിൽ നമുക്ക് മുരിങ്ങക്കായും പച്ചമുളകും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയ്ക്ക് മറ്റേതിൻ്റെ അത്രയും വേവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക് ഇച്ചിരി വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയിടാം. ഇത് കണക്കെ ഞാൻ പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണേണ്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തേക്കണത്. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1 കപ്പ് തേങ്ങയാണ്. അപ്പോൾ അത് എടുത്ത് വെച്ച് ഇങ്ങനെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി. ഇതിപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന കുഞ്ഞുള്ളിയാണ്. അപ്പോൾ ആ ഒരു വലിപ്പമേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ഗൾഫിലൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല വലിയ ചെറിയ ഉള്ളിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് 3 ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ ഗൾഫിൽ കിട്ടുന്ന ടൈപ്പ് ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടേച്ചാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ജീരകം. ഇത് ചെറിയ ജീരകമാണേ. അപ്പോൾ ഈ 3 സാധനങ്ങളും ഒന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പം അത് ഇന്നത്തെ ഞാൻ ചേർക്കലില്ല. എൻ്റെ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ബൗളിന് ആ മഞ്ഞ കളറും മഞ്ഞയും ചുവപ്പ് കളറൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഞാൻ അരയ്ക്കാറില്ല. നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് അരച്ചിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ തേങ്ങയും ജീരകം ഉള്ളി ഇത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. നമ്മൾ മിക്സിയിലേക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അതല്ല ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. ഈ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാണ്ടാണ് അരച്ചേക്കുന്നത്. നല്ല ഫൈനാണത്. ഇപ്പം ചക്കക്കുരു മാങ്ങ എന്തായെന്നൊന്ന് നോക്കാം.
മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഈ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ചക്കക്കുരു നല്ലപോലെ ഉടഞ്ഞു വരണത്. ഇതിപ്പോൾ ഞാനിപ്പോൾ നോക്കട്ടെ. ഇത് ഉടയുന്നുണ്ട് കേട്ടോ. അതായത് ചക്കക്കുരു വെന്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചില ചക്കക്കുരുവൊക്കെ വേഗം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവത്തില്ലേ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് ഉടഞ്ഞു കിട്ടുക. ഇതിപ്പോൾ എന്നിട്ട് ഇതുപോലെ എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ ചക്കക്കുരു ഇപ്പോൾ സ്പൂൺ വെച്ച് ആക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഉടഞ്ഞു വരുന്ന അത്രയും മതി. ഇത് ഫുള്ളങ്ങ് പൊടിഞ്ഞു പോകണ്ട. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കട്ടെ. അതുപോലെ ഇപ്പോൾ ഈ ചക്കക്കുരുവും മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ചാൽ മാത്രമേ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഉടച്ചെടുക്കുന്നത്. കുറച്ച് പീസസ് ഒക്കെ ഉണ്ട്, എന്നാലും കൂടുതലും ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിവിടെ മുരിങ്ങയ്ക്ക അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നോക്കട്ടെ അതെന്തായാലും നോക്കാം. ഇവിടെ മുരിങ്ങയ്ക്കയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മാങ്ങയും കൂടെ ചേർക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളിങ്ങനെ ഉടച്ചിട്ട് ഇതുപോലെ ഉടഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചാൽ മതി കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ടൊന്നും അരിഞ്ഞു പോകരുത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഉടയ്ക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ തന്നെ ആകാൻ പാടുള്ളൂ. ഇതിപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൂസല്ല കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ളൊരു കുറുകിയ, നമ്മൾ ഇതിന് മുന്നേ ഞാനൊരു അസ്ത്രമൊക്കെ ഉണ്ടാക്കിയല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. സ്റ്റവ് ഓണാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഇങ്ങനെയാണ് ഇരിക്കട്ടെ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്ന് 2 മിനിറ്റ് നേരത്തേക്ക് വെച്ചേക്കാം. ഇതെന്തായി നോക്കാം. ഓക്കെ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഞാനത് സ്റ്റവ് ഓഫ് ചെയ്യാനാണ്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് ഇരിക്കും തോറും ഇത് കുറുകി വരും കേട്ടോ കറി. ഇതിന് ഒന്ന് വറുത്തിടണം അതിൻ്റെ അകത്ത്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. എന്താ വെച്ചാൽ ഇതൊരു നാടൻ കറിയല്ലേ. നാടൻ ഐറ്റം ആയിട്ടുള്ള എന്ത് കറി ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെയാട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ അത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽമുളക്. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഒരുപാട് ബ്രൗൺ ഒന്നും ആകണ്ട കേട്ടോ, അപ്പോൾ ഒരു കരിഞ്ഞ ചുവ വരും. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഉള്ളി. ഉള്ളി മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണേണ്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഈ കറിയിൽ എത്ര കറിവേപ്പില ഇട്ടാലും ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. കടുക് വറുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഉടനെ തന്നെ അത് അടച്ചു വെക്കണം. അപ്പോൾ ഈ ഉണ്ടാക്കിയേക്കുന്ന കടുകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട്, അത് ശരിക്കും കറിയിലേക്ക് ഇറങ്ങി വരും. അല്ലാണ്ട് അത് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കിയിട്ട് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പാടില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ 5 മിനിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല കുറുകിയൊരു കറിയാണ്. അപ്പോൾ അപ്പോൾ ഞാൻ ഈ കറി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാം.
ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ കറിയാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.